പുന്നാര മഞ്ജോജി എന്താണ് ഈ പറയണത്? എന്ത് പറയണത്? എപ്പോ നോക്കിയാലും പെങ്ങൾക്ക് കൊടുക്കാൻ തന്നെ ഇവിടെ പൈസ ഉള്ളൂ. ഞാനില്ലാണ്ട് പിന്നെ വേറെ ആരാണ് കൊടുക്കാനുള്ളത്? കൊടുത്ത് ഇവിടെ ഇവിടെ ഇരിക്കുന്നത് പാനപാത്രം ഒന്നല്ല. ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറയന്നെ ചെയ്യുള്ളൂ. എവിടെ അതേ നേരം ഓള പെരപ്പണിയും കഴിഞ്ഞ് അവിടെ കയറി താമസിച്ച് കഴിഞ്ഞാൽ അത്രയും ടെൻഷൻ നമുക്ക് ഒഴിവായില്ലേ? ഒരു വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്? ഇതന്നെയല്ലേ നിങ്ങൾ അവൾക്ക് നാളെ വേറെ പെര മേടിച്ചു കൊടുത്തും അവിടെ ഫീഡ് റൂം കയറ്റപ്പോഴും പറഞ്ഞത്? ഇവിടുത്തെ കാര്യമില്ലാതുള്ള പൈസ മൊത്തം പെങ്ങൾക്ക് കൊടുത്തിട്ട് ലാസ്റ്റ് എനിക്ക് തന്നെ മോനിക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അതാണ്ടാവുക. ഇനി ഓൾക്കും കൂടി അവകാശപ്പെട്ട സ്ഥലല്ലേ ഈ അച്ഛന്റെ സ്ഥലം. അവകാശം എത്ര പ്രാവശ്യം കൊടുത്തു നിങ്ങള്? ഇനി എവിടേക്കാ കൊടുക്കണത്? എന്റെ പൊന്നാര മഞ്ജു ഈ ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ? നമ്മളല്ലാണ്ട് ആരാ പിന്നെ ഓൾക്ക് കൊടുക്കാനുള്ളത്? ഇങ്ങനെ കൊടുത്ത് ഇവിടെ ഇനി ഒന്നും ഇല്ല. ഇത് പാനപാത്രം ഒന്നല്ല. ഇവിടെ കൊടുക്കുമ്പോ കുറയാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ പൊട്ടനൊന്നും അല്ലല്ലോ. എന്താ ഇവിടെ ഇതെന്താ ചന്തപ്പരെ? നിങ്ങൾ ഈ വർത്താനാണ് അങ്ങാടിക്ക് കേൾക്കുന്നത്. എന്താണ് ഇവിടെ? എന്താ ഇവിടെ പ്രശ്നം? കൊറേ നേരം കൊണ്ട് ഞാൻ അത് കേക്കുന്നുണ്ട്. ഇത് തടാ അല്ലമ്മ പറ. അല്ല ഓളെ വീട് പണിക്കേ പൈസ കൊടുക്കേണ്ട കാര്യം പറഞ്ഞിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞ എന്റെ കാശില്ല. ഞാൻ ഓളുടെ സ്വർണ്ണം ഒന്ന് പണയം വെക്കാൻ വേണ്ടിട്ടേ. മഞ്ജു നമ്മളല്ലാതെ വേറെ ആരാണ് ഓക്ക് കൊടുക്കാനുള്ളത്? ഈ എന്താക്കാണ് ഇങ്ങനെ? ഇത് കൊടുത്ത് കൊറേ ആയില്ലേ കൊടുക്കണത്. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മയുടെ മാലക്കട് കൊടുത്തോ. ഇവിടെ കൊടുക്കാനില്ല പൈസ. എടി ഇന്റെ മാലൊക്കെ കൊടുത്താൽ ഈ ആൾക്കാർ പറയൂലേ ഈ ആമക്കൾ ഉണ്ടായിട്ട് ഈ തള്ള എന്താ കഴുത്തിലും കാതിലും ഇടാൻ നടക്കണെന്നുള്ളത്? അതെന്താ എനിക്ക് മനസ്സിലാവൂലേ? അന്റെ വീട്ടിൽ നിന്ന് എല്ലാരും ഇങ്ങോട്ട് വരുമ്പോ അമ്മേന്റെ കഴുത്തിലൊന്നും ഇല്ലാഞ്ഞാൽ എന്തിനു കൊള്ളാം? എന്താണ് മതി എന്റെ കഴുത്തിൽ എന്തെങ്കിലും വേണ്ടേ? എടി അനക്ക് താലിമാല മാത്രം മതി, മറ്റേതൊക്കെ നമ്മൾ ലോക്കറിൽ വെച്ചെന്ന് പറയാ. മഞ്ജു ഞാനത് പെട്ടെന്ന് എടുത്തു തരാം. അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് പറഞ്ഞ കാര്യമില്ല, എനിക്ക് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ തരാൻ കഴിയില്ല. അല്ലമ്മ അളിയെ വിളിച്ച് പറഞ്ഞിരുന്നു പ്രഭീതയുടെ ഓഹരി എന്താന്ന് വെച്ചാ അതില് ആ പൈസ കണക്കാക്കിട്ട് തരാന്ന്. അതല്ല ഇങ്ങോട്ട് റേസ് ചെയ്ത് തരാന്ന്. എടി അച്ഛന്റെ മുതലില്ലേ, അത് മക്കൾക്കൊക്കെ ഒരേമാതിരി വീതിച്ചു കൊടുക്കണ്ടേ? സ്വർണത്തിലാണ് ആ കാര്യം. ഇത് അവൾക്ക് എത്ര പ്രാവശ്യം കൊടുക്കണം ഇവിടുന്ന്? ഓൾക്ക് ഇവിടുന്ന് മുതല് കൊടുത്തിട്ടില്ലല്ലോ. ഇന്റെ മോൻ അധ്വാനിക്കണ കാശ് മാത്രല്ലേ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ. ഈ എന്താക്കാണ് ഇങ്ങനെയൊക്കെ പറയണ മഞ്ജു? ഞാനിപ്പോ കൊടുക്കാന്ന് പറഞ്ഞും പോയി ഏറ്റവും പോയി. ഇപ്പൊ നാണക്കേടാണ്, അതാണ് പ്രശ്നം. നിങ്ങൾ എന്ത് നാണക്കേടായാലും വേണ്ടില്ല, എനിക്ക് തരാൻ പറ്റില്ല എന്നാണ് തരാൻ പറ്റില്ല. അവൾ ഇത്രയും വലിയ പാപ്പരാന്ന് ഞാൻ അറിയില്ല. എടി അന്റെ അനിയത്തിയായിട്ട് കണ്ടാ മതി. എന്താണ് ഇങ്ങനെ? ഒയ്യോളം മൂത്ത നാത്തൂനല്ലേ? എനിക്കിനി ആകെ ഒരു താലിമാല മാത്രമേ ഉള്ളൂ, അത് കൂടെ ഞാൻ കൊടുക്കണോ? എനിക്ക് തരാൻ മനസ്സില്ല. നിങ്ങൾ അമ്മി പോലെ എന്താ ചെയ്യും? എന്താടാ ഇതൊക്കെ ഇങ്ങനെ പറയണേ? ഇതൊക്കെ വീട്ടിലത്തെ വളർത്തുദോഷം, അല്ലാണ്ട് എന്താക്കാനാ? അമ്മ ആവശ്യമില്ലാത്ത മടങ്ങണ്ടല്ലോ. വീട്ടുകാരെ വേണ്ട ആവശ്യമില്ലാതെ വേണ്ടത്. നിങ്ങൾക്ക് എത്ര വലിയ നണ്ടെങ്കിൽ നിങ്ങളുടെ മുതൽ എടുത്ത് കൊടുത്തൂടെ? ഞാൻ എത്ര പ്രാവശ്യം പറയുന്നു? അനക്ക് തരാൻ പറ്റില്ലെങ്കിൽ മഞ്ജുജി എന്റെ പണിയൊക്കെ പോകും. ഞാൻ പോവാ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏട് നേരം നോക്കിയാൽ ഈ പൈസയും പെങ്ങളും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്നോട് എന്തെങ്കിലും ചോദിച്ചാ അപ്പൊ ഈ എന്താണ് മെക്കെട്ട് കയറുന്നത്? ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ ബാക്കിയുള്ള പണങ്ങളൊക്കെ എന്തുണ്ടായത്? അതൊക്കെ ഞാൻ എടുത്തു തരാ. ഇത് ഒരു അളിയൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇവളുടെ പ്രഭീതയുടെ ഓഹരി അളിയ എഴുതെടുത്തോ അല്ലെങ്കിൽ അത് ചെയ്തോ, അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇപ്പൊ പെരപ്പണി തീരലല്ലേ ആവശ്യം. വീട് പണി പകുതി മുക്കാലായിട്ട് നിൽക്കുകയാണ്. മഴക്കാലം വരാനായി തീർത്തു കൊടുക്കണ്ടേ? ഈ എന്തെങ്കിലും പറയുമ്പോ എന്റെ കാര്യം മനസ്സിലാക്കി. എനിക്ക് തൽക്കാലം തരാൻ പറ്റില്ല. എന്റെ പണിയൊക്കെ പോ. ഇപ്പോ എന്റെ പാട്ടിന് പോ. ഇല്ല പ്രശ്നമില്ല, ഈ പൊക്കോ. എന്ന് പറഞ്ഞാലും പാട്ടിന് പോകും. പാട്ടിന് ഏത് പാട്ടിന് പോണ കാര്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും പെങ്ങളും തന്നെ എന്നും പറ്റുള്ളൂ, എന്നെ പറ്റാറില്ല. ഉള്ള മുതലൊക്കെ തന്നു പറഞ്ഞില്ല. ഈ പൂവല്ലേ എന്നാ പൊക്കോ. പൊക്കോ പൊക്കോ പൊക്കോ. കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. സഹിക്കണേനും ക്ഷമിക്കണൊക്കെ ഒരു പരിധി ഉണ്ട്. ഇത്ര കാലായിട്ട് തന്നെ വീട്ടിൽ കേറി വന്ന അന്ന് മുതൽ തുടങ്ങിയ കച്ചറ. ആ ഒരു 10-15 പവന്റെ പണ്ടായിട്ട് വന്നാണ്. അതോട് കൂടിയുള്ള ഒരു കച്ചറ തീർത്താ തീരലില്ല. ആ പണ്ടത്തിന്റെ ഒന്നും കണക്കല്ല. അത് അവളെ അളിയൻ പറഞ്ഞ അവളുടെ പ്രഭീതയുടെ പിന്നെ സ്ഥല ഓഹരി എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് തരാം, അതിന് വില കണക്കാക്കി തരാന്നൊക്കെ ഒരു മര്യാദയിലാണ് അവർ പറഞ്ഞത്. ഇവള് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആളെന്താ കാട്ടുന്നത്? അമ്മേന്റെ മോൻ വിഷമിക്കണ്ട, പോണെങ്കിൽ പോട്ടോള്. അണക്ക് അതേമാതിരി തൈല് നല്ലതും എത്രണ്ണമാണെങ്കിലും അമ്മ ശരിയാക്കി തരും. ഇജി ബേജാറാണ്ട്. അണക്ക് വേറൊരു പെണ്ണിനെ ഞാൻ താലി അടിച്ചേരാം. ഇനി അതിനെ വിളിക്കജ്ജ് പോകരുത്, മനസ്സിലായോ? വേറെ പെണ്ണിട്ടെന്നൊക്കെ പറയാം. നാട്ടുകാരെന്താ പറയാ? നാട്ടുകാരെ പറിച്ചിട്ട് നോക്കണ്ട, നമ്മളെ കാര്യം നോക്കേണ്ടത്. നാട്ടുകാരെന്തിനു പറയണേ?
അമ്മേ അമ്മോയ് ആ ഇതൊന്ന് ഇഷ്ടട്ടെ ഒന്ന് ഇഷ്ടട്ടെ. ഇക്കൊന്നും വയ്യ അതൊന്നും ശ്ശേ. ഇതൊന്ന് സ്ഥിരിടാനല്ലേ പറഞ്ഞേ. മനോജെ ഉണ്ടാണ്ട് പൊയ്ക്കോ പോട്ടാ. അമ്മ ടിഫിൻ എടുത്ത് വെച്ചോ. ആ പുറത്തുനിന്ന് കഴിച്ചോ. ഏ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചടാ. എന്നിപ്പോ ഇത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ പറ്റുമോ? പ്രസ്സിൽ നിന്ന് കൊണ്ട് വരാൻ അത്യാവശ്യം ദൂരമുണ്ട്, 4-5 കിലോമീറ്ററുള്ളതല്ലേ. അപ്പൊ ടിഫിൻ ഒന്ന് റെഡിയാക്കി വെച്ചൂടെ, ഒരു 10 മിനിറ്റ് നേരത്തെ സമയത്തുള്ളൂ. എനിക്ക് അതിനൊന്നും വെയ്യന്റെ മനോജെ, ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ദിവസം. എൻ്റെ മോളെ എന്തൊക്കെ ഇപ്പം എൻ്റെ ഏട്ടൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം അറിയാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഷർട്ട് ഇസ്തിരിട്ട് കൊടുക്കണം, പോരാത്തതിന് അവൻ പോകുമ്പോഴത്തേന് ചോറ്റുപാത്രത്തിൽ ചോറാക്കണം. ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് കഴിയും അപ്പോൾ അതൊക്കെ ചെയ്യാൻ. ഞാൻ എന്താ ചെയ്യുക? ദൈവത്തിനോടല്ലാതെ വേറെ ആരോടാ ഞാൻ അതൊക്കെ പറയാം? മഞ്ജു വാ വാ, കേറ്. അമ്മേ എന്താടത്? എന്ത് പണിയാ ചെയ് കാണിച്ചിട്ടൊന്നും ഒരാണല്ലേട്ടടാ. ഞാൻ അമ്മനോട് പല പ്രാവശ്യം പറയും, എൻ്റെ ഒരു കാര്യം അമ്മ നോക്കണില്ല. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരില്ല മര്യാദക്ക്. എൻ്റെ ഡ്രസ്സ് അലക്കാന ഇസ്തിരിടാന ഒന്നിനും, ഇതൊക്കെ അവളുണ്ടായിരുന്ന സമയത്ത് വളരെ ഭംഗി കഴിഞ്ഞു പോയിരുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ട്, അവർ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് ഞാൻ നല്ല കാര്യം, ഇപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ആകെ അബദ്ധത്തിലാണ്. ഓഫീസിൽ നേരെ വൈകിട്ടൊക്കെ എത്തുന്നത്. മാത്രമല്ല അമ്മേ, ചില ബയോളജിക്കൽ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടാ. ഈ പെരയിലെ സമാധാനം നശിപ്പിച്ചു പോൻ.